നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൊസാംബിക് ബോട്ട് അപകടത്തെ തുടർന്ന് കാണാതായ പിറോം സ്വദേശി ഇന്ദ്രജിത്തിനെ കണ്ടെത്താനായില്ല. അപകടമുണ്ടായത് ഒക്ടോബർ 16-ന്. പ്രാദേശിക ഭരണകൂടം ഇന്ത്യൻ നേവിയുടെ സഹായം തേടി. ശബരിമല ദർശനത്തിനായി എരുമേലിയിൽ എത്തിയവരോട് പാർക്കിംഗ് മൈതാനം കരാറുകാർ അമിത തുക ഈടാക്കിയതായി പരാതി. ഏതാനും മണിക്കൂർ മാത്രം വാഹനം പാർക്ക് ചെയ്തതിന് തമിഴ്നാട് സ്വദേശികളിൽ നിന്നും 300 രൂപ ഈടാക്കി. സംഭവത്തിൽ പരാതി നൽകി. നാടിന്റെ വികസനത്തിൽ രാഷ്ട്രീയം കാണാൻ പാടില്ലെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്. സങ്കുചിതമായ വികാരങ്ങളുടെ ഭാഗമായി വികസന കാര്യങ്ങളിൽ തടസ്സം നിൽക്കരുതെന്നും ഡോക്ടർ എൻ ജയരാജ്. ചെമ്മലമറ്റം ചങ്ങലപ്പാലത്തിനടുത്ത് കാറുകൾ തമ്മിലിടിച്ചു. ചെമ്മലമറ്റം പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയുടെ കാറും കാളകെട്ടി സ്വദേശികൾ സഞ്ചരിച്ച കാറുമാണ് കൂട്ടിയിടിച്ചത്. നിസാര പരിക്കേറ്റ കാർ യാത്രക്കാരെ ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമേലിയിലെ പാർക്കിംഗ് മൈതാനങ്ങളിൽ അമിത ഫീസ് ഈടാക്കുന്നതായി ആക്ഷേപം. ഏതാനും മണിക്കൂർ മാത്രം പാർക്ക് ചെയ്ത തമിഴ്നാട് സ്വദേശികളായ തീർത്ഥാടകരുടെ വാനിന് 300 രൂപ ഈടാക്കിയതായി പരാതി. 14 സീറ്റ് വരെയുള്ള വാനിന് 24 മണിക്കൂറിന് 50 രൂപയെ പാർക്കിംഗ് ഫീസ് ഈടാക്കാവൂ എന്നാണ് ദേവസ്വം ബോർഡും കരാറുകാരും തമ്മിലുള്ള ഉടമ്പടി. ദേവസ്വം ബോർഡ് പാർക്കിംഗ് മൈതാനത്ത് ഏതാനും മണിക്കൂർ മാത്രം പാർക്ക് ചെയ്ത തമിഴ്നാട് സ്വദേശികളായ തീർത്ഥാടകർ വന്ന വാനിന് ഈടാക്കിയത് 300 രൂപയാണ്. ഈ തുകയുടെ രസീതും നൽകി. എന്നാൽ ഇത് ഏത് പാർക്കിംഗ് മൈതാനത്തെ രസീതാണെന്ന് വ്യക്തമാക്കാത്ത വിധമുള്ള രസീതാണ് നൽകിയത്. തീർത്ഥാടക വാഹനത്തിലെ ഡ്രൈവർ ഹിന്ദു സംഘടനാ ഭാരവാഹികളെ വിവരം അറിയിക്കുകയും ഇവരുടെ നിർദ്ദേശപ്രകാരം പരാതി നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. 14 സീറ്റ് വരെയുള്ള വാനിന് നിലവിൽ 50 രൂപയെ 24 മണിക്കൂറിന് പാർക്കിംഗ് ഫീസ് ഈടാക്കാവൂ എന്നാണ് ദേവസ്വം ബോർഡും കരാറുകാരും തമ്മിലുള്ള ഉടമ്പടി. തീർത്ഥാടക വാഹനങ്ങൾ കൂടുതൽ വന്നതോടെ പുലർച്ചെ അമിത തുക ഈടാക്കുകയായിരുന്നുവെന്നാണ് പരാതി. അടുത്ത തീർത്ഥാടന കാലം മുതൽ ഹൈക്കോടതിയുടെ അനുമതിയോടെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിലവിലുള്ളതിന്റെ 6 ഇരട്ടി പണം കരാറുകാർ വാങ്ങിയത്. കഴിഞ്ഞ തീർത്ഥാടന കാലങ്ങളിൽ ഇത്തരത്തിൽ തീർത്ഥാടക വാഹനങ്ങളോട് വൻതുക ഫീസ് ഈടാക്കിയതിനെതിരെ ഹിന്ദു സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ചൂഷണങ്ങൾക്കിടയിലും തീർത്ഥാടന കാലത്ത് തീർത്ഥാടകരെ മർദ്ദിച്ച സംഭവങ്ങളിലും ദേവസ്വം ബോർഡ് കച്ചവടക്കാർക്കും കരാറുകാർക്കും അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെന്ന് ഹിന്ദു സംഘടനകൾ ആരോപിക്കുന്നു. ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ശബരിമല കർമ്മസമിതിയും അയ്യപ്പ സേവാ സമാജവും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, എരുമേലി. നാടിന്റെ വികസനത്തിൽ രാഷ്ട്രീയം കാണാൻ പാടില്ലെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്. കങ്ങഴ പഞ്ചായത്ത് സംഘടിപ്പിച്ച വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സങ്കുചിതമായ വികാരങ്ങളുടെ ഭാഗമായി വികസന കാര്യങ്ങളിൽ തടസ്സം നിൽക്കരുതെന്നും ഡോക്ടർ എൻ ജയരാജ് വ്യക്തമാക്കി. യാതൊരു ഭേദചിന്തയുമില്ലാതെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തിനാവശ്യമായ പിന്തുണയാണ് സംസ്ഥാന സർക്കാർ നൽകി വരുന്നതെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും വികസന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുമാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത്. അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. കാണാനുള്ള കാര്യങ്ങൾ കാണാതെ വിമർശനം ഉന്നയിക്കുന്നത് ശരിയായ രീതിയല്ലെന്നും ചീഫ് വിപ്പ് പറഞ്ഞു. ഈ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുമ്പോൾ തന്നെ കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ണുള്ളവർക്കൊക്കെ കാണാൻ കഴിയും. ഒരുപക്ഷെ ആർക്കെങ്കിലും കാണാതെ പോകുന്നുവെങ്കിൽ അത് തിമിരത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അത് തിമിരമാണ്. അതിൻ്റെ കാരണം കാഴ്ചയുടെ കുറവാണ്. കണ്ണടകൾ വേണമെന്ന് കാട്ടാക്കട മുരുകൻ്റെ മനോഹരമായ കവിതയിൽ പറയുന്നത് പോലെ അത് കണ്ണാടി വെച്ച് നോക്കിയെങ്കിലേ ഇത് കാണാൻ പറ്റത്തുള്ളൂ. ഈ ചെറിയതും വലുതുമായിട്ടുള്ളതല്ല. നിങ്ങളൊക്കെ ഓർക്കുക, നമ്മുടെയൊക്കെ ഗ്രാമത്തിലൊരു BMC റോഡ് സ്വപ്നം കാണാൻ കഴിയില്ലായിരുന്നു. നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ ഹൈവേയിലാണ്. ഇന്ന് കങ്ങഴയുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന റോഡും BMC ആണ്. കങ്ങഴ പഞ്ചായത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 10 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതോടുകൂടി നമ്മുടെ കാമമ്പതാലിൽ നിന്ന് കാനത്തേക്കുള്ളതും അതോടൊപ്പം തന്നെ നമ്മുടെ ബാങ്ക് പടിയിൽ നിന്ന് പഴുക്കാക്കുളത്തേക്കുള്ള റോഡ് കൂടി BMCയുടെ നിലവാരത്തിലേക്ക് എടുത്തുകൊണ്ട് 10 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. ആ പ്രവൃത്തിയൂടെ പൂർത്തീകരിക്കുമ്പോൾ കങ്ങഴ പഞ്ചായത്തിൽ BMC ഇല്ലാത്ത ഒറ്റ PWD റോഡും ഇല്ലാത്ത കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്തായിട്ട് ഈ പഞ്ചായത്തിനെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ഇത് വെറുതെ ഒരു മേനി പറയുന്നതല്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS റംല ബീഗം ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി വീഡിയോ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിബു ഫിലിപ്പ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ സാജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA ആന്ത്രയോസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സലകുമാരി കുഞ്ഞമ്മ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ NM ജയലാൽ, AH മുഹമ്മദ് ഷിയാസ്, AM മാത്യു ആനിത്തോട്ടം, അഡ്വക്കേറ്റ് ജോയ്സ് M ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷീബാമോൾ KM, അസിസ്റ്റന്റ് സെക്രട്ടറി മഞ്ജുള R എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളും പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടും വീഡിയോ പ്രസന്റേഷനിലൂടെ അവതരിപ്പിച്ചു. വ്യത്യസ്ത മേഖലകളിൽ മികവ് പുലർത്തിയവരെയും ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കുടുംബശ്രീ CDS അംഗങ്ങളെയും CDS ചെയർപേഴ്സണെയും ഹരിത കർമ്മസേനാംഗങ്ങളെയും ആദരിച്ചു. രാവിലെ നടന്ന തൊഴിൽ മേള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. സംസ്ഥാന സർക്കാർ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് സ്വാഗതം ചെയ്യുന്നുവെന്ന് ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് പറഞ്ഞു. ABVPയുടെ സമരപോരാട്ടത്തിന്റെ വിജയമാണ് ഈ തീരുമാനം. ഈ അധ്യയന വർഷം ആരംഭിച്ചിട്ടും പദ്ധതിയിൽ ഒപ്പുവയ്ക്കാത്തതിനെ തുടർന്ന് മറ്റു സംഘടനകളെ ഒപ്പം ചേർത്ത് ശക്തമായ സമരപരിപാടികളുമായി ABVP മുന്നോട്ടു പോവുകയായിരുന്നു. സർക്കാർ അനുകൂല തീരുമാനമെടുത്തത് വിദ്യാർത്ഥി സമൂഹത്തിന് പ്രയോജനപ്പെടുമെന്നും CPI പോലെയുള്ള സംഘടനകൾ ഈ സാഹചര്യത്തിൽ പദ്ധതിയെ എതിർക്കുന്നത് തെറ്റാണെന്നും ഈശ്വരപ്രസാദ് പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പുവയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചത് ABVP സ്വാഗതം ചെയ്യുന്നു. ഈ വർഷം ആദ്യം ഏപ്രിൽ മാസം മുതലേ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കണമെന്ന് ABVP ആവശ്യപ്പെടുകയും ABVPയുടെ പ്രതിനിധി സംഘം മന്ത്രി V ശിവൻകുട്ടിയെ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം അതിൽ ഒപ്പുവയ്ക്കാനുള്ള താല്പര്യം അറിയിച്ചിരുന്നു. അതിനുശേഷം അധ്യയന വർഷം ആരംഭിച്ചിട്ടും PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാത്തതുകൊണ്ട് ABVP സമരവുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ജൂൺ മാസം 18-ാം തീയതി ABVP സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയും അതിനുശേഷം അതിൽ തീരുമാനം പറയാത്ത മന്ത്രിക്ക് നേരെ കോഴിക്കോടും തിരുവനന്തപുരത്തും പല സ്ഥലങ്ങളിലും കരിങ്കൊടി കാണിക്കുകയും ചെയ്തു. ആ സമയത്താണ് ABVP കരിങ്കൊടി കാണിച്ച് പ്രതിഷേധം ശക്തമാക്കുന്ന സമയത്താണ് SFIക്കാർ തമ്പാനൂർ വെച്ചിട്ട് എന്നെ ഉൾപ്പെടെയുള്ള ABVPയുടെ പ്രവർത്തകരെ ആക്രമിച്ചത്. സമരത്തെ ആക്രമിച്ചുകൊണ്ട് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ആക്രമിച്ചുകൊണ്ട് അടിച്ചമർത്താൻ വേണ്ടിയാണ് അന്ന് അവർ ശ്രമിച്ചത്. പക്ഷേ ഞങ്ങളുടെ സമരം ശക്തമായി മുന്നോട്ട് പോയി. വിദ്യാഭ്യാസ മന്ത്രി എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചു. ആ ചർച്ചയിൽ ABVP ഒഴികെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കരുത് എന്നാണ് പറഞ്ഞത്. ABVPയുടെ നിലപാടുമായി മുന്നോട്ട് പോയി. സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. 20ഓളം പ്രവർത്തകർ ജയിലിൽ പോയി. അതിനുശേഷം വീണ്ടും വിദ്യാഭ്യാസ മന്ത്രിയെ കാര്യങ്ങൾ അറിയിച്ചു. ഇന്ന് ഒപ്പുവയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം നമുക്കറിയാം, മിഥുൻ എന്നൊരു വിദ്യാർത്ഥി ചവറയിൽ സ്കൂളിൽ മരിച്ചു വീഴുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഫിറ്റ്നസ് ഇല്ലാത്ത കുറേ സ്കൂളുകൾ, ഇപ്പോൾ 1187 സ്കൂളുകൾ ഫിറ്റ്നസ് ഇല്ലാതെ പ്രവർത്തിക്കുകയാണ്. കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ കോട്ടയം ജില്ലാ ശില്പശാലയും സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണവും പാല നെല്ലിയാണി ലയൺസ് ക്ലബ് ഗോപാലകൃഷ്ണൻ നായർ നഗറിൽ നടന്നു. ജോസ് കെ മാണി MP യോഗം ഉദ്ഘാടനം ചെയ്തു. മാണി സി കാപ്പൻ MLA സംസ്ഥാന ഭാരവാഹികളെ ആദരിച്ചു. ജില്ലാ സെക്രട്ടറി ബിനു KC സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് PP റെജി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പഠന ക്ലാസ് സംഘടിപ്പിച്ചു. CK പുരുഷോത്തമൻ നായർ, PP റെജി, സുധീർ ബാബു, KBV വിനോദ് കുമാർ, T ജയകുമാർ, രഹന ദിലീപ്, NK സജീവ്, KS ബാബു, മനിലമോൾ ജോമോൻ, ബിനു KC എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒരു നിയമം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നിയമമന്ത്രിയായിരുന്ന K. മാൻ സാറിന് ഏറ്റവും വലിയ
എന്താണ് ഒരു ആവേശവും ഏറ്റവും കൂടുതൽ ഇടപെടലുകളും ഇതുമായി ബന്ധപ്പെട്ട ഏത് വിഷയമുണ്ടെങ്കിലും അത് പരിഹരിക്കുന്ന രീതിയിലേക്ക് ചെന്നെത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഈ വെൽഫെയർ അതിൻ്റെ ബോർഡുമായി ബന്ധപ്പെട്ട് ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ രാജ്യത്ത് ആദ്യമായി അത് ആരംഭിച്ചത് അത് കേരള സംസ്ഥാനത്താണ്. അത് പാലായിൽ തന്നെയാണ് അതിൻ്റെ തുടക്കം. ഒന്ന് ക്ഷേമനിധിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ജോസ് കെ മാണിയുടെ ഭാഗത്തുനിന്നും അതിനുവേണ്ടി എല്ലാ ശ്രമങ്ങളും ഉണ്ടാവുന്നു. ഒരു അസംബ്ലി സെഷൻ കൂടെ ഉണ്ട്. പ്രതിപക്ഷത്തിൻ്റെ മുഴുവൻ പിന്തുണ ആ കാര്യത്തിലുണ്ടായിരിക്കും എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു. വക്കീൽ ക്ലർക്കുമാരെ പറ്റി ഓർക്കുമ്പോൾ ഈ ഇരിക്കുന്ന ജോസ് കെ മാണിയുടെ പിതാവ് മാണി സാർ എൻ്റെ ഫാദറിൻ്റെ ജൂനിയറായി 10 കൊല്ലം പ്രാക്ടീസ് ചെയ്തതാണ്. അന്ന് മാധവൻപിള്ള എന്ന് പറയുന്ന ക്ലർക്കുണ്ട്. ഞാനെന്ത് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ കല്യാൺ സിറോ മലബാർ അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റു. താനെയിലെ കല്യാൺ സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങിന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. താനെയിലെ കല്യാൺ സെന്റ് തോമസ് കത്തീഡ്രലിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് 2:30 നടന്ന തിരുക്കർമ്മങ്ങളിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കല്യാൺ രൂപതയെ അതിരൂപതയായും മാർ വാണിയപ്പുരയ്ക്കലിനെ പ്രഥമ ആർച്ച് ബിഷപ്പായും ഉയർത്തിക്കൊണ്ടുള്ള കൽപ്പന സഭയുടെ കൂരിയ ചാൻസലർ റവറന്റ് ഡോക്ടർ എബ്രഹാം കാവിൻപുരയിടത്തിൽ വായിച്ചു. കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് വചനസന്ദേശം നൽകി. ബിഷപ്പ് മാർ തോമസ് ഇലവനാൽ, കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. പുതിയ ആർച്ച് ബിഷപ്പിന്റെ സഹോദരൻ ഫാദർ ജോർജ് വാണിയപ്പുരയ്ക്കലായിരുന്നു ആർച്ച് ഡീക്കൺ. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ സ്ഥാനമൊഴിഞ്ഞ ബിഷപ്പ് മാർ തോമസ് ഇലവനാലിന് യാത്രയയപ്പ് നൽകി. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഉൾപ്പെടെ കേരളത്തിലും പുറത്തുമുള്ള 35 മെത്രാൻമാർ, വൈദികർ, സമർപ്പിതർ, അൽമായർ തുടങ്ങിയവർ പങ്കെടുത്തു. കല്യാൺ രൂപത വികാരി ജനറൽ ഫാദർ സിറിയ കുമ്പാട്ട്, കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് തരകൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. നെടുങ്കുന്നം തെക്കേക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ സർപ്പപൂജ ഭക്തിനിർഭരമായി. ക്ഷേത്രം തന്ത്രി അമ്പലപ്പുഴ പുതുമനയില്ലത്ത് ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഞായറാഴ്ച രാവിലെ അഭിഷേകത്തോടെയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയുമാണ് നെടുങ്കുന്നം തെക്കേക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് സർപ്പപൂജയും 100 പാലും ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രി അമ്പലപ്പുഴ പുതുമനയില്ലത്ത് ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം മേൽശാന്തി ചേർത്തല സന്ദീപ് നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലുമായിരുന്നു ചടങ്ങുകൾ. സർപ്പദോഷങ്ങളും ദുരിതങ്ങളും അകറ്റുവാനുള്ള പൂജകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. നാഗം വസിക്കുന്ന കാവാണ്, നാഗദൈവങ്ങൾ വാഴുന്ന കാവാണേ. വള്ളികളുള്ളൊരു കാവാണേ, നാഗരാജൻ വസിക്കുന്ന കാവാണ്. വള്ളികളുള്ളൊരു കാവാണ്, നാഗരാജൻ വസിക്കുന്ന കാവാണേ. ഇലഞ്ഞികൾ പോക്കുന്ന കാവാണേ, നാഗയക്ഷി വസിക്കുന്ന കാവാണ്. ഇലഞ്ഞികൾ പൂക്കുന്ന കാവാണ്, നാഗയക്ഷി വസിക്കുന്ന കാവാണേ. മുല്ലകൾ ജനങ്ങളുണ്ടാകണേ, സന്തതിയുണ്ടാജനങ്ങൾ തിരുത്തിടേണേ. അങ്ങോട്ട് വരും. യാതൊന്നുമുള്ള വൈരം നിനക്കല്ലേ, യാതൊരോ കഷ്ടനായിടല്ലേ. യാതൊന്നുമുള്ള വൈരം നിനക്കല്ലേ, യാതൊരോ കഷ്ടനായിടല്ലേ. കർപ്പൂരധൂപം തെളിയിടേ, നാഗരാജാവിനെ കൈതൊഴുത്തേ. കർപ്പൂര
കർപ്പൂരധൂപം തെളിവിളക്കാരാൻ നാഗേക്ഷിയം ോടും ചൊന്നേ പത്രോശേഷോഷണ ശിഷയുമാ ശീലവുമാ ചിത്തവിയ ചോദിയുമാ കണ്ടോ തെളിഞ്ഞു ഞാൻ വാഞ്ചിതമായതോ ചൊല്ലോവിന് നിങ്ങളെ ചാഞ്ചല്യമെന്നെ വാരം തരുന്നുണ്ടോ ഞാൻ മുട്ടയുണ്ടാകാമി നീയതോ നിങ്ങൾക്ക് ഒട്ടിപ്പോകാതെ നമ്പരിച്ചിടുക അന്തമില്ലാതോരോ ബലമുള്ള സന്തതിനാകം സഹസ്രമുണ്ടാകണേ. തുടർന്ന് കുടുംബ പിതൃക്കൾക്ക് വേണ്ടിയുള്ള വെള്ളംകുടി വഴിപാടുകളും കാവിൽ വഴിപാടുകളും നടത്തി. മഹാപ്രസാദമൂട്ടോടുകൂടി ചടങ്ങുകൾ സമാപിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് PR ജനാർദ്ദനൻ നായർ, സെക്രട്ടറി രാജീവ് S എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. എരുമേലി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് ഉമ്മക്കുപ്പയിൽ പാണപിലാവ് ചീനിമരം റോഡ് ഉദ്ഘാടനം ചെയ്തു. എരുമേലി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിജിമോൾ സജി ഉദ്ഘാടനം ചെയ്തു. ബിനു നിരപ്പേൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA സലീം മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നാസർ പനച്ചി, ബിനോയ് ഇലവുങ്കൽ, മുണ്ടക്കയം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിനു മറ്റക്കര, രമേശ് കരികിലാമറ്റം, സന്തോഷ് പാറടിയിൽ, ദേവസ്യാച്ചൻ കൊച്ചുമാണിക്കുന്നേൽ, ബിൻസ് കുഴിക്കാട്ട്, കെവിൻ ചാത്തൻകുടിയിൽ എന്നിവർ പ്രസംഗിച്ചു. അച്ചയൻസ് ഗോൾഡ് 32ാമത് ഷോറൂം കട്ടപ്പന വെള്ളയാങ്കുടി TJK ബിൽഡിംഗ്സിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരങ്ങളായ ശ്വേത മേനോൻ, അന്ന രാജൻ, അച്ചയൻസ് ഗോൾഡ് MD ടോണി വർക്കിച്ചൻ എന്നിവർ ചേർന്ന് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അച്ചയൻസ് ഗോൾഡ് ജനറൽ മാനേജർ ഷിനിൽ കുര്യൻ അധ്യക്ഷത വഹിച്ചു. കോട്ടയത്ത് 2 ഇടങ്ങളിലായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച രാസലഹരി MDMA-യുമായി പ്രതികൾ പിടിയിൽ. പാമ്പാടിയിൽ നിന്ന് സ്ത്രീ ഉൾപ്പെടെ 3 പേരെയും കോട്ടയം വെസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഒരാളെയും കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡ് പിടികൂടുകയായിരുന്നു. വാകത്താനം ഇരവുച്ചിറ അമൽദേവ്, കഞ്ഞിക്കുഴി കുറ്റിവേലി രാഹുൽ രാജ്, വാകത്താനം ഇരവുച്ചിറ ശരണ്യരാജൻ എന്നിവരാണ് പിടിയിലായത്. കൂടാതെ കോട്ടയം TB റോഡ് ഭാഗത്തുള്ള ലോഡ്ജിലെ മുറിയിൽ നിന്നും MDMA-യുമായി പാറത്തോട് അൻവർ ഷായും പിടിയിലായി. ചെമ്മലമറ്റം ചങ്ങലപ്പാലത്തിനടുത്ത് കാറുകൾ തമ്മിലിടിച്ചു. ചെമ്മലമറ്റം പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയുടെ കാറും കാളകെട്ടി സ്വദേശികൾ സഞ്ചരിച്ച കാറുമാണ് കൂട്ടിയിടിച്ചത്. നിസാര പരിക്കേറ്റ കാർ യാത്രക്കാരെ ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.